വള്ളിക്കാട് കോമത്ത് ശ്രീ നാഗഭഗവതി ക്ഷേത്രത്തിൽ തെയ്യാട്ട മഹോത്സവത്തിന് കൊടിയേറി. മാനേജിംഗ് ട്രസ്റ്റി രാജൻ ടി.എം, സുരേന്ദ്രൻ മാസ്റ്റർ പി.കെ, ചന്ദ്രൻ മാസ്റ്റർ കെ.എം, സി.വി. രാജൻ, റിനോജ്, മോഹനൻ നടേമൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. വള്ളിക്കാട് കോമത്ത് ശ്രീ നാഗഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്കു ശേഷം ആദ്യമായി തിറമഹോത്സവം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് കൊടിയേറ്റം നടന്നു കഴിഞ്ഞു. തുടർന്ന് വരുന്ന 3 ദിവസങ്ങളിൽ പല പരിപാടികളും നടത്തപ്പെടുന്നു. നാളെ വൈകുന്നേരം 6 മണിക്ക് വെള്ളാട്ടം നടത്തപ്പെടുന്നു. ഗുളികൻ, കുട്ടിച്ചാസ്ത, വിഷ്ണുമൂർത്തി, ഭദ്രകാളി, അതേപോലെ തന്നെ ഗുരുകാരണവർ എന്നീ ദേവന്മാരുടെ വെള്ളാട്ടം ഉണ്ടായിരിക്കുന്നതാണ്. 7-ാം തീയതി ഞായറാഴ്ച കാലത്ത് 5:30 ഭദ്രകാളിയുടെ തെയ്യാട്ടം, അതിനെ തുടർന്ന് ഗുളികൻ തിറ, പിന്നെ കാരണവർ, കുട്ടിശാസ്ത്രൻ എന്നീ തിറകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസാദ ഊട്ട് നടത്തപ്പെടുന്നു. ഇത്രയും പരിപാടികളാണ് വരുന്ന ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കെട്ടിയാട്ടങ്ങൾക്ക് പ്രശസ്തമായിരുന്ന ഒരു പുണ്യക്ഷേത്രമായിരുന്നു ഇത്. കോമത്ത് ചാത്യത്ത് കുറുപ്പാന്മാരുടെ തറവാട് ക്ഷേത്രമായ ഇവിടെ വളരെ കാലം കെട്ടിയാട്ടങ്ങൾ നടത്തുകയും വളരെയധികം ആരാധനാ മൂർത്തികൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. കാലപ്പഴക്കം കൊണ്ടും അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ടും നാശം സംഭവിച്ച് അവശേഷിപ്പുകളായ വിളക്കുകല്ലും കാടുമൂടി കിടന്ന ഒരു കിണറും കോട്ടയും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എങ്കിലും കാവ് പരിപാലിച്ചിരുന്ന ഇന്നത്തെ പരിപാലകർ എല്ലാ വർഷവും കുംഭമാസത്തിലെ ആയില്യ പൂജയും ദിവസവും ദീപസ്തംഭവും തെളിയിച്ചിരുന്നു. തെയ്യാട്ടത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ, ഗണപതി ഹോമം, ദേവീപൂജ, ദീപാരാധന, അരിചാർത്തൽ, പ്രാരംഭമേളം, ഗുളികൻ വെള്ളാട്ടം എന്നിവ നടന്നു.
സാംസ്കാരിക സദസ്സ് പ്രശസ്ത ഗാനരചയിതാവ് ഇ.വി. വത്സൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മെഗാ തിരുവാതിര, ക്ലാസിക്കൽ ഡാൻസ്, സബർമതി തിയേറ്റർ വില്ലേജ് അവതരിപ്പിച്ച ഒരു കോഴിക്കോടൻ ഹൽവ എന്ന നാടകം അരങ്ങേറി. ശനിയാഴ്ച മേളം, തിരുരാട വരവ്, തിരുവായുധം വരവ്, പീഠം വരവ്, ദീപാരാധന, മേളം, ഭദ്രകാളി തിടങ്ങൽ, ഗുളികൻ വെള്ളാട്ട്, ഭദ്രകാളി തോറ്റം, കുട്ടിച്ചാത്തൻ വെള്ളാട്ട്, കാരണവർ തോറ്റം എന്നിവ നടക്കും. അവസാന ദിവസമായ ഞായറാഴ്ച വിവിധ തെയ്യാട്ടങ്ങളും പ്രസാദകൂട്ടും നടക്കും.